2026-ൽ സൂപ്പർ മാർക്കറ്റുകളിൽ സാധാരണ ഉൽപ്പന്നങ്ങളെപ്പോലെ തന്നെ കുഞ്ഞുങ്ങളെ വിൽക്കാൻ തുടങ്ങി. അതായത് സ്ത്രീകൾക്ക് ഇനി ഗർഭം ധരിക്കേണ്ടതില്ല. ആർക്കും കടയിൽ പോയി അവർക്ക് ഇഷ്ടമുള്ള കുട്ടിയെ തിരഞ്ഞെടുക്കാം. ആന പെട്ടെന്ന് ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ അവളുടെ ഭർത്താവ് കറുത്തവനും എന്നാൽ കടയിലെ എല്ലാ കുഞ്ഞുങ്ങളും വെളുത്തതിനുമായതിനാൽ അവളുടെ മനസ്സ് മാറി. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന സംഘർഷം ഒഴിവാക്കാൻ അവൾ ആ കുഞ്ഞിനെ വാങ്ങേണ്ടെന്ന് തീരുമാനിച്ചു. പകരം ദമ്പതികൾ കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള വഴി തെരഞ്ഞെടുത്തു. ഡോക്ടർമാർ മാതാപിതാക്കളുടെ DNA എടുത്ത് കൃത്രിമ പോഡിനുള്ളിൽ നിക്ഷേപിച്ച് സ്വന്തം ബയോളജിക്കൽ ചൈൽഡിനെ വളർത്താനുള്ള ടെക്നോളജിയൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അവർ ആ കരാറിൽ ഒപ്പുവെച്ചു. ബീജസങ്കലന പ്രക്രിയ കാണാൻ പോലും അവർക്ക് കഴിഞ്ഞു. അവർ അത്യധികം സന്തോഷിച്ചു. ആന ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴുമെല്ലാം നിരന്തരം കുഞ്ഞിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആപ്പ് വഴി കുഞ്ഞിന് സുപ്രധാന പോഷകങ്ങൾ പോലും നൽകി. ഒരു മാസത്തിന് ശേഷം അവൾ മറ്റു അമ്മമാരെ പോലെ ആശുപത്രി സന്ദർശിച്ച് മുട്ടയിൽ മൃദുവായിട്ട് തലോടി. വിചിത്രമായ ഒരു തോന്നൽ അവൾക്ക് അന്ന് അതിലൂടെ അനുഭവപ്പെട്ടു. ആ രാത്രിയിൽ ഡോക്ടർ വയറ്റിൽ നിന്ന് ചെറിയ കോഴിമുട്ട പുറത്തെടുക്കുന്നതായി അവൾ സ്വപ്നം കണ്ടു. കുഞ്ഞു യാഥാർത്ഥ്യത്തിൽ വയറ്റിലായിരുന്നെങ്കിൽ ആ അനുഭവം എങ്ങനെയായിരിക്കുമെന്നോർത്ത് അവൾ ചിന്താകുലയായി. സ്വാഭാവിക ഗർഭധാരണമുള്ള സ്ത്രീയോട് അവൾ അസൂയപ്പെടാൻ തുടങ്ങി. 2 മാസത്തിന് ശേഷം ഡോക്ടർ അവരോട് മുട്ട വീട്ടിലേക്ക് കൊണ്ടുപോയി വളർത്താമെന്ന് പറഞ്ഞു. ഇരുവരും ആവേശഭരിതരായി. ഇങ്ങനെ ചെയ്താൽ മാതാപിതാക്കളാകുന്നതിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. അവരുടെ പരിചരണത്തിൽ കുഞ്ഞ് വേഗത്തിൽ വളർന്നു. അച്ഛൻ ഉറക്കസമയം വരെ കഥകൾ വായിച്ചു. 8 മാസം കഴിഞ്ഞപ്പോൾ പരിശോധനയ്ക്കിടെ ഡോക്ടർ അവരെ ഞെട്ടിച്ചു. കുഞ്ഞിനെ അകാലത്തിൽ പ്രസവിക്കാൻ ഡോക്ടർ ആഗ്രഹിച്ചു. കാരണം ആശുപത്രിയിൽ എല്ലാ കൃത്രിമ പോഡുകളും പ്രവർത്തിക്കുന്നതിനാൽ ആളുകളിൽ ആവശ്യകത കൂടിയതിനാൽ ലഭ്യതയില്ലായ്മയായിരുന്നു കാരണം. കുട്ടിയുടെ ആരോഗ്യത്തെ അപകടപ്പെടുത്താൻ തയ്യാറാകാതെ ഭർത്താവ് പോഡ് മോഷ്ടിച്ചു. ദമ്പതികൾ 1000 കിലോമീറ്റർ അകലെയുള്ള സ്വന്തം നാട്ടിലേക്ക് യാത്രയായി. ശാന്തമായ ഗ്രാമപ്രദേശത്ത് അവർ ഒടുവിൽ സമാധാനത്തോടെ അവരുടെ പാരന്റ്ഹുഡ് ആസ്വദിച്ചു. ഒരു ദിവസം രാവിലെ മുട്ടത്തോട് സംഗീതം പ്ലേ ചെയ്യാൻ തുടങ്ങി. കുഞ്ഞ് ജനിക്കാൻ തയ്യാറാണെന്ന് അവർ മനസ്സിലാക്കി. പരിഭ്രാന്തരായിട്ട് അവർ താഴേക്ക് ഓടി. ഷെൽ തുറക്കാൻ പാസ്വേഡ് ആവശ്യമാണ്. എന്നാൽ അവർക്കത് അറിയില്ലായിരുന്നു. വേഗത്തിൽ ചിന്തിച്ച ജോൺ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ശ്രദ്ധാപൂർവം പോഡ് തുറന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ കുഞ്ഞ് ആരോഗ്യവാനായിട്ട് ജനിച്ചു. ദമ്പതികളോ സന്തോഷത്താൽ മതിമറന്നു.